ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് 5 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 5 അണ്ടിപ്പരിപ്പും 5 ബദാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് മാത്രമേ നിങ്ങളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് 1 കപ്പ് വെള്ളത്തിൽ ഒരു വിസിൽ വരുന്നതിൽ നിന്ന് വേവിച്ചെടുക്കുക. ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഇനി മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ച ക്യാരറ്റ് നല്ലോണം ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ വേവിച്ച ബദാമും അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബദാം ഞാൻ തൊലി കളഞ്ഞിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത 5-6 ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്തത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർക്കാം. നമ്മളിതിലേക്ക് ഈത്തപ്പഴം ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മധുരം ഇതിൽ തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ വേവിക്കാൻ വെച്ചില്ലായിരുന്നു വെള്ളം, അതാട്ടോ ഞാൻ ചേർത്തത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ചേർക്കണ്ട. പകരമായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലും കൂടി ചേർത്തെടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റും പാലും ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.